ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാം ഒറ്റ വേർഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും പാഠം മുഴുവനും റിവിഷൻ ചെയ്യാനും സഹായിക്കും. വിത്ത് മുളച്ച് പുതിയ സസ്യം ഉണ്ടാക്കുന്നത് ഏതുതരം പ്രത്യുൽപാദനമാണ്? അപ്പോൾ വിത്ത് മുളച്ച് പുതിയ സസ്യം ഉണ്ടാക്കുന്ന പ്രത്യുൽപാദനത്തെ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്തുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? വിത്തുകൾ ഉണ്ടാകുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, ഫലത്തിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. ചെടിയുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? കായിക പ്രജനനം. അപ്പോൾ ചെടിയുടെ കായിക ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയാണ്. ഇവയിൽ നിന്ന് പുതിയ തൈ ഉണ്ടാവുന്നതിന് പറയുന്ന പേരെന്താണ്? കായിക പ്രജനനം. കായിക പ്രജനനം ഏതുതരം പ്രത്യുൽപാദനമാണ്? അലൈംഗിക പ്രത്യുൽപാദനമാണ്. രണ്ട് തരം പ്രത്യുൽപാദനമുണ്ട്, ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും. അപ്പോൾ കായിക പ്രജനനം എന്ന് പറയുന്നത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്ത് ഗുണം 10 ഗുണം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വിത്ത് ഗുണം 10 ഗുണം എന്നതൊരു പഴഞ്ചൊല്ലാണ്. അത് നല്ല വിത്തിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പയർവിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആകൃതി, വലിപ്പം, ഭാരം, പുറന്തോട്. ഏതൊക്കെയാണ്? ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആകൃതി, വലിപ്പം, ഭാരം, പുറന്തോട് ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം ചെടിയുടെ ഏത് കാലത്ത് നിന്നുണ്ടായിരിക്കണം? ഇപ്പം ചെടിയുടെ ഫലം ഉണ്ടാകുന്നതിന് പല കാലങ്ങളുണ്ട്. മധ്യകാലത്തുള്ള വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിത്ത് ശേഖരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയായിരിക്കണം? മൂപ്പെത്തിയ വിത്താണ് നമ്മൾ ശേഖരിക്കേണ്ടത്. അപ്പോൾ വിത്ത് ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു. മധ്യകാലത്ത് ഉണ്ടായിരിക്കുന്ന ഫലത്തിൽ നിന്നായിരിക്കണം. പിന്നെ ഫലം മൂപ്പെത്തിയതായിരിക്കണം. ഏത് ചെടിയുടെ കാണ്ഡമാണ് എളുപ്പത്തിൽ മുളയ്ക്കുന്നത്? കാണ്ഡം ഉപയോഗിച്ചിട്ടും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് ഉദാഹരണമാണ് ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ്. ഇവയുടെ എല്ലാം കാണ്ഡം നമുക്ക് കുഴിച്ചിട്ടിട്ടും പുതിയ ചെടി ഉണ്ടാക്കാം. ഇഞ്ചി, മഞ്ഞൾ എന്നിവ പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഭൂകാണ്ഡമാണ്. ഇഞ്ചി, മഞ്ഞൾ എന്നിവയ്ക്ക് ഭൂകാണ്ഡമാണ് ഉപയോഗിക്കുന്നത്. ഇലമുളച്ചിയുടെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയതായി ഉണ്ടാകുന്നത്? ഇലമുളച്ചിയുടെ ഇലയുടെ ഭാഗത്തു നിന്നാണ് പുതിയതായി ഉണ്ടാകുന്നത്. കുരുമുളക് ചെടിയുടെ ഏത് ഭാഗം ഉപയോഗിച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്? തണ്ട് ഉപയോഗിച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. കറിവേപ്പിലിൻ്റെ ഏത് ഭാഗമാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്ന? വേര്. കറിവേപ്പിലിൻ്റെ ഏത് ഭാഗമാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്ന? വേര്. നല്ല വിളവ് ലഭിക്കാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. മാങ്ങയ്ക്ക് നല്ല മധുരം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഏതുതരം ഗുണനിലവാരമാണ്? ഫലത്തിൻ്റെ ഗുണനിലവാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മാവ് കായ്ക്കാൻ ഏകദേശം എത്ര വർഷം എടുക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്? 8-10 വർഷങ്ങൾ എടുക്കും. വിത്ത് മുളച്ച് മരമായി കായ്ക്കാൻ ഏറെ വർഷമെടുക്കുന്ന ഒരു ഫലം എന്താണ്? പേരയാണ്. വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അതേപടി ലഭിക്കുമോ? ഒരിക്കലും ഇല്ല. വിത്തുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയെ പൊതുവെ എന്ത് വിളിക്കുന്നു? അപ്പോൾ അതിന് നടീൽ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. സസ്യങ്ങളിൽ ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പരാഗണം. എന്താണ് പരാഗണം? മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? പതിവയ്ക്കൽ. പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളിച്ചതിന് ശേഷം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഓക്കെ. കുരുമുളക് പോലെയുള്ള ചെടികളിൽ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പതിവയ്ക്കുന്ന രീതിയാണ് നാഗപതവിക്കൽ. അപ്പോൾ കുരുമുളകിലൊക്കെ ചെടികളിൽ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പതിവയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് നാഗപതിവയ്ക്കൽ എന്നാണ് പറയുന്നത്. പേര, സപ്പോട്ട, റോസ് തുടങ്ങിയ സസ്യങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പതിവയ്ക്കൽ രീതി വായുവിൽ പതിവയ്ക്കലാണ്. അപ്പോൾ പതിവയ്ക്കൽ തന്നെ പല രീതിയിലുണ്ട്. വായുവിൽ പതിവയ്ക്കലിന് ഉദാഹരണമാണ് പേര, സപ്പോട്ട, റോസ്. നാഗപതിവയ്ക്കലിന് ഉദാഹരണമാണ് കുരുമുളക്. പതിവെച്ച സസ്യത്തിന് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കുമോ? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. പതിവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ ആയുർദൈർഘ്യം കുറവാണോ കൂടുതലാണോ? അപ്പോൾ ആയുർദൈർഘ്യം കുറവാണ്. പിന്നെ വേറെ എന്താണ് നമുക്ക് പറയാം? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണം ലഭിക്കും. പതിവയ്ക്കലിലൂടെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് താഴ്വേര് പടലം ഉണ്ടാകുമോ? ഇല്ല. പതിവെച്ച സസ്യങ്ങൾ വേഗത്തിൽ കായ്ക്കുമോ? കായ്ക്കും. ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. പതിവെച്ച സസ്യത്തിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ വൺ വേർഡിലൂടെ പറയുന്നത്.
ഓക്കെ. തണ്ട് ഉപയോഗിച്ചിട്ടുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ഉണ്ട്. അതിൻ്റെ പേരാണ് ഓക്സിൻ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടി മറ്റൊരു സസ്യത്തിൻ്റെ ഒട്ടിച്ചു ചേർക്കുന്ന രീതിക്കാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ പതിവയ്ക്കൽ പഠിച്ചു, അതിൻ്റെ വിവിധ നേട്ടങ്ങൾ പഠിച്ചു. ഇനി ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന രീതി, അതാണ് കമ്പൊട്ടിക്കൽ. കമ്പൊട്ടിക്കുമ്പോൾ വേരോട് കൂടിയ ചെടിയെ എന്താ വിളിക്കുക? റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. കമ്പൊട്ടിക്കലിനായി ഒട്ടിക്കുന്ന കമ്പിന് വേറൊരു പേരും പറയും, അതാണ് സയൻ. റൂട്ട് സ്റ്റോക്കും സയനുമാണ്. നാടൻ മാവിനെ റൂട്ട് സ്റ്റോക്കായും നീലം മാവിനെ സയനായും ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന തൈക്ക് ഏത് മാവിൻ്റെ ഫലം ലഭിക്കും? അപ്പം നീലം മാവിൻ്റെ, അതായത് സയനായിട്ട് ഉപയോഗിക്കുന്ന തൈൻ്റെ ഗുണമാണ് ആ മാവിന് ലഭിക്കുക. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കുന്ന തൈക്ക് നമ്മുടെ മണ്ണിൽ നന്നായി വളരാൻ സഹായിക്കുന്ന ഘടകമേത്? റൂട്ട് സ്റ്റോക്ക്. കമ്പൊട്ടിച്ച സ്ഥലത്ത് താഴെ വളർന്നു വരുന്ന മുകുളത്തെ എന്ത് ചെയ്യണം? അത് നമ്മൾ മുറിച്ചു മാറ്റണം. മാങ്ങ ഉണ്ടാക്കാൻ കുറേ വർഷങ്ങൾ വേണ്ടി വരുന്നത് വിത്ത് നട്ടാലാണോ അതോ പതിവെച്ചാലാണോ? വിത്ത് നട്ടാലാണ് മാങ്ങ പെട്ടെന്നുണ്ടാവുക. മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകം എന്താണ്? വലിപ്പം, ഭാരം, ആകൃതി, പുറന്തോട്. പതിവെച്ച സസ്യങ്ങൾക്ക് കൂടുതൽ പരിചരണം ആവശ്യമുണ്ടോ? ഉണ്ട്. കമ്പൊട്ടിക്കലിലൂടെ ഉണ്ടാകുന്ന പുതിയ തൈകൾ വേഗത്തിൽ പൂക്കാനും കായ്ക്കാനും കാരണം എന്താണ്? സയൻ മൂപ്പത്തിയ കമ്പായതുകൊണ്ട്. കമ്പൊട്ടിക്കലിന് പകരം കമ്പ് ഉപയോഗിച്ച് മുകളം ഒട്ടിക്കുന്ന രീതിയുടെ പേരെന്ത്? മുകളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ്. മാവിൻ്റെ കൊമ്പിൽ വേര് പിടിക്കാൻ പ്രയാസമാണോ എളുപ്പമാണോ? പ്രയാസമാണ്. നാഗപതിവയ്ക്കലിന് അനുയോജ്യമായ സസ്യം ഏത്? കുരുമുളക്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന ഫലമാണോ ആദ്യമുണ്ടാകുന്ന ഫലമാണോ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? മധ്യകാലത്തുണ്ടാകുന്നത്. കായ്ഫലം കുറഞ്ഞ ചെടിയിൽ നിന്ന് വിത്തെടുക്കുന്നത് നല്ലതാണോ? അല്ല. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിക്ക് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭിക്കുമോ? ലഭിക്കില്ല. ഇഞ്ചി ഏതുതരം കായിക ഭാഗമാണ്? ഭൂകാണ്ഡം. ഇലമുളച്ച് ഏത് ഭാഗം ഉപയോഗിച്ചാണ് പ്രത്യുൽപാദനം നടത്തുന്നത്? ഇല. മുരിങ്ങയിൽ ഏത് തരം പ്രത്യുൽപാദനമാണ് നടക്കുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്, കായിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. പേരയുടെ കമ്പ് മുളയ്ക്കാൻ പ്രയാസമാണോ? അതെ. വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കായിക പ്രജനനം. കറിവേപ്പിൽ പുതിയ തൈ ഉണ്ടാകുന്ന ഏത് ഭാഗത്ത് നിന്നാണ്? വേര്. കമ്പൊട്ടിച്ച മാവിൻ തൈ വേഗം കായ്ക്കുമോ? കായ്ക്കും. ഏതുതരം റബ്ബർ തൈകൾക്കാണ് കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുന്നത്? ബഡ് തൈകൾക്കാണ് കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുന്നത്. പതിവയ്ക്കൽ രീതിയിൽ വേര് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിതം എന്തെല്ലാമാണ്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇവയൊക്കെയാണ് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പതിവയ്ക്കൽ ഏത് തരം പ്രത്യുൽപാദനമാണ്? അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിത്തിൻ്റെ പ്രാധാന്യം. പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ല വിളവും ഗുണനിലവാരവും. റൂട്ട് സ്റ്റോക്കും സയണും തമ്മിൽ ഒട്ടിച്ച് ചേർക്കുന്ന പ്രക്രിയ എന്ത് പറയുന്നു? കമ്പൊട്ടിക്കൽ. റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള കമ്പനിയാണ് എന്ത് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാകുന്ന തൈക്ക് ഏത് ഗുണം ലഭിക്കും? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളെ തമ്മിൽ കൃത്രിമമായി പരാഗണം നടത്തി പുതിയ വിത്തും ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? വർഗസങ്കരണം. എന്താണ് വർഗസങ്കരണം? 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളെ തമ്മിൽ കൃത്രിമമായി പരാഗണം നടത്തി പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് വർഗസങ്കരണം. വിത്തുകൾ ഉണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പരാഗണത്തിലൂടെയാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. 2 സസ്യങ്ങളുടെ ഗുണങ്ങൾ കൂടിച്ചേരുന്നത് ഏത് തരം പരാഗണത്തിലാണ്? പരപരാഗണം. കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ ഏത് ഭാഗമാണ് മുറിച്ചു മാറ്റുന്നത്? കേസരമാണ് മുറിച്ചു മാറ്റുന്നത്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഉജ്ജ്വല, ജ്വാലാമുഖി എന്നിവ ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്? മുളക്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവ ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്? പയറാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്? നെല്ലാണ് പവിത്ര, അന്നപൂർണ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര എന്നിവ ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്? തെങ്ങാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര.
സൽകീർത്തി, കിരൺ എന്നിവ ഏത് സസ്യത്തിൻ്റെ സങ്കരയിനം വിത്തുകളാണ്? വെണ്ട. അപ്പോൾ സൽകീർത്തി, കിരൺ എന്നിവയൊക്കെ വെണ്ടയുടെ സങ്കരയിനം വിത്തുകളാണ്. ശങ്കര തെങ്ങാണ്. നെല്ലിൻ്റെ പവിത്ര അന്നപൂർണയാണ്. ജ്യോതിക ഭാഗ്യലക്ഷ്മി പയറാണ്. ഉജ്ജ്വല ജ്വാലാമുഖി മുളകാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. വർഗ്ഗസങ്കരം നടത്താൻ അനുയോജ്യമായ സമയം എപ്പോഴാണ്? പൂവ് വിരിഞ്ഞ ഉടൻ. രണ്ട് ചെടികളുടെ ഗുണങ്ങൾ ലഭിക്കാൻ ഏത് തരം പരാഗണമാണ് നടത്തേണ്ടത്? കൃത്രിമ പരപരാഗണം. സങ്കരയിനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. മാക്സെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ജൈവവളത്തിന് ഒരു ഉദാഹരണം ഏത്? ചാണകം, കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം, എല്ലുപൊടി ഇവയൊക്കെ ജൈവവളത്തിന് ഉദാഹരണമാണ്. രാസവളത്തിന് ഒരു ഉദാഹരണം ഏത്? യൂറിയ, NPK വളം. നല്ല വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? പോരാ. ഒരു സസ്യത്തിൻ്റെ കേസരം മുറിച്ചു മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വപരാഗണം തടയാൻ. കൃത്രിമ പരാഗണം നടത്താൻ പരാഗരേണുക്കൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബ്രഷ്. കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവ് പരാഗരേണുക്കൾ എത്താതെ തടയാൻ എന്തു ചെയ്യണം? അതിനെ പൊതിഞ്ഞു കെട്ടണം. നെല്ലിൻ്റെ ഒരു സങ്കരയിനം വിത്തിന് ഉദാഹരണം എന്ത്? അന്നപൂർണ, പവിത്ര. മുളകിൻ്റെ സങ്കരയിനം വിത്തിന് ഉദാഹരണം ഉജ്ജ്വല, ജ്വാലാമുഖി. തെങ്ങിൻ്റെ സങ്കരയിനം വിത്തിന് ഉദാഹരണം ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വയറിൻ്റെ സങ്കരയിനം വിത്തിന് ഉദാഹരണം ജ്യോതിക, ഭാഗ്യലക്ഷ്മി. വെണ്ടയുടെ സങ്കരയിനം വിത്തിന് ഉദാഹരണം സൽകീർത്തി, കിരൺ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ്റെ പ്രധാന സംഭാവന ഏത് മേഖലയാണ്? ഭക്ഷ്യോൽപാദനം. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നല്ല നടീൽ വസ്തുക്കൾ. സ്വപരാഗണത്തിൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ എന്തു പറയുന്നു? സ്വപരാഗണം. സ്വപരാഗണത്തിൽ നിന്ന് ഒരു പൂവിനെ പരാഗരേണുക്കൾ അതേ ചെടിയിലെ മറ്റൊരു പൂവിൽ പതിക്കുന്നതിന് എന്ത് പറയുന്നു? സ്വപരാഗണം. പരപരാഗണത്തിൽ പരാഗരേണുക്കൾ എവിടെയാണ് പതിക്കുന്നത്? മറ്റൊരു ചെടിയുടെ പൂവിൽ. രണ്ട് ഇനം മുളകുകളുടെ ഗുണങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? വർഗ്ഗസങ്കരണം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്തിനാണ് സങ്കരയിനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗുണമേന്മയുള്ള വിളവ് ലഭിക്കാൻ. സങ്കരയിനം വിത്തുകൾക്ക് സാധാരണ വിത്തുകളേക്കാൾ വിളവ് കൂടുതൽ ലഭിക്കുമോ? ലഭിക്കും. സ്വപരാഗണം തടയാൻ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെ എന്ത് വിളിക്കുന്നു? കേസരഛേദം. കോഴിക്കാഷ്ടം ഏതുതരം വളമാണ്? ജൈവവളം. യൂറിയ ഏതുതരം വളമാണ്? രാസവളം. വളക്കൂറുള്ള മണ്ണ് നല്ല വിളവിന് അത്യാവശ്യമാണോ? അതെ. രണ്ടുപേരും ഒരേ ഇനം വെണ്ട നട്ടിട്ടും ഒരാൾക്ക് വിളവ് കുറയാൻ കാരണം എന്തായിരിക്കും? ഒന്നുകിൽ വളപ്രയോഗത്തിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ കീടനിയന്ത്രണത്തിൻ്റെ കുറവായിരിക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്തിനെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്? തെങ്ങ്, കവുങ്ങ്, കൊക്കോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനെക്കുറിച്ചാണ് ഗവേഷണങ്ങൾ നടത്തുന്നത്? റബ്ബർ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രധാന പ്രവർത്തനം എന്ത്? കാർഷിക ഗവേഷണം. കീടങ്ങളെ നിയന്ത്രിക്കുന്നത് വിളവിന് ആവശ്യമായ കാര്യമാണോ? അതെ. ഹരിത വിപ്ലവം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭക്ഷ്യോൽപാദന മേഖലയിലെ കുതിച്ചുചാട്ടം. സ്വപരാഗണവും പരപരാഗണവും വഴി വിത്തുണ്ടാകുന്നത് ഏതുതരം പ്രത്യുൽപാദനത്തിന് ഉദാഹരണമാണ്? ലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണമാണ്. പരാഗണത്തിന് സഹായിക്കുന്ന ഒരു ഘടകം ഏതാണ്? പ്രാണികൾ. രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള സസ്യങ്ങൾ തമ്മിൽ പരാഗണം നടക്കുന്നത് ഏതുതരം പരാഗണത്തിലാണ്? പരപരാഗണം. ജൈവവളങ്ങൾ രാസവളങ്ങൾ ഉപയോഗിച്ചാണോ നിർമ്മിക്കുന്നത്? അല്ല. രാസവളങ്ങൾ വ്യാവസായികമായി നിർമ്മിക്കുന്നതാണോ? അതെ. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടത് ഏത് വളമാണ്? ജൈവവളം. മണ്ണിന് ദോഷകരമല്ലാത്ത വളങ്ങൾ ഏത്? ജൈവവളം. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്ന വളങ്ങൾ ഏത്? രാസവളങ്ങൾ. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയുന്നത് ഏത് വളമാണ്? രാസവളം. സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുന്ന വളപ്രയോഗ രീതിക്ക് പറയുന്ന പേരെന്ത്? ജീവാണുവളം. സ്യൂഡോമോണസ് ഏതുതരം വളത്തിന് ഉദാഹരണമാണ്? ജീവാണുവളം. ചെടികളിലെ കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്ന വട്ടച്ചായ ഏത് വിഭാഗത്തിൽ പെടുന്നു? മിത്രകീടം. ജൈവിക നിയന്ത്രണത്തിന് ഉദാഹരണമായ ഒരു ജീവി വട്ടച്ചായ അഥവാ ട്രൈക്കോഗ്രാമ. കൈകൊണ്ട് പെറുക്കിയോ കെണി കൊണ്ട് ഉപയോഗിച്ച കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? യാന്ത്രിക നിയന്ത്രണം. ഫെറമോൺ കെണി ഏതുതരം കീടനിയന്ത്രണത്തിന് ഉദാഹരണമാണ്? യാന്ത്രിക നിയന്ത്രണം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രാസകീടനാശിനികൾ. പുകയില കഷായം ഏതുതരം കീടനാശിനിയാണ്? ജൈവ കീടനാശിനി. രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവ ഏത്? ജൈവ കീടനാശിനികൾ. വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ജൈവ കീടനാശിനി. പുകയില കഷായം തയ്യാറാക്കാൻ സോപ്പ്
ലയിക്കുന്നത് എന്തിനാണ്? കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. പുകയില കഷായം നേർപ്പിക്കാൻ എന്താണ് ചേർക്കുന്നത്? വെള്ളം. വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ ഒരു പ്രധാന പ്രശ്നമാണോ? അതെ. കളകളെ നിയന്ത്രിക്കുന്നത് വിളവ് മെച്ചപ്പെടുത്തുമോ? അതെ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ലേസർ. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത കീടനിയന്ത്രണ രീതിയാണ് ജൈവിക നിയന്ത്രണം അല്ലെങ്കിൽ യാന്ത്രിക നിയന്ത്രണം. കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ആവശ്യമുണ്ടോ? അതെ. കൃഷി ചെയ്യുന്നത് ചെടികൾ നട്ടു വളർത്തുന്നത് മാത്രമാണോ? അല്ല. പട്ടുനൂൽ പുഴു വളർത്തലിന് പറയുന്ന പേരെന്ത്? സെറികൾച്ചർ. പുഷ്പകൃഷിക്ക് പറയുന്ന പേരെന്ത്? ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തലിന് പറയുന്ന പേരെന്ത്? എപ്പികൾച്ചർ. മത്സ്യകൃഷിക്ക് പറയുന്ന പേരെന്ത്? പിസികൾച്ചർ. കന്നുകാലി വളർത്തലിന് പറയുന്ന പേരെന്ത്? ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. കോഴിക്കൃഷിക്ക് പറയുന്ന പേരെന്ത്? പൗൾട്രി ഫാമിംഗ്. കൂൺ കൃഷിക്ക് പറയുന്ന പേരെന്ത്? മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തലിന് പറയുന്ന പേരെന്ത്? ക്യൂണി കൾച്ചർ. ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കണോ അതോ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണോ? കൂടുതൽ അളവിൽ. രാസവളങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കണോ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണോ? രാസവളങ്ങൾ കുറഞ്ഞ അളവിലാണ് ഉപയോഗിക്കേണ്ടത്. രാസകീടനാശിനികൾ തളിച്ചാൽ മിത്രകീടങ്ങൾ നശിക്കുമോ? നശിക്കും. പുകയില കഷായം ഉണ്ടാക്കാൻ പുകയില എത്ര സമയം വെള്ളത്തിൽ കുതിർത്തി വെക്കണം? 1 ദിവസം കുതിർത്തി വെക്കണം. ഒരു പിടി തുളസി ഇല ചതച്ചു വെച്ചാൽ ഏത് പ്രാണികളെ ആകർഷിക്കാൻ സഹായിക്കും? സ്വർണ്ണ നിറമുള്ള ഈച്ചയെ ആകർഷിക്കാൻ സഹായിക്കും. ഫെറമോൺ കെണി എന്തിനു വേണ്ടിയുള്ളതാണ്? കീടനിയന്ത്രണത്തിന് ഉള്ളതാണ്. കളകൾ ഒരു വിളവിനെ പ്രതികൂലമായി ബാധിക്കുമോ? ബാധിക്കും. കളനാശിനി ഉപയോഗിക്കുന്നത് കളകളെ നിയന്ത്രിക്കാൻ സഹായിക്കുമോ? സഹായിക്കും. വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ രാസവളം ഉപയോഗിക്കുന്നത് നല്ലതാണോ? അല്ല. മട്ടപ്പാവ് കൃഷി എന്നത് കൃഷിരീതിയാണോ? അതെ. സസ്യങ്ങൾക്ക് വളം നൽകേണ്ടത് ആവശ്യമാണോ? അതെ. രാസവളങ്ങൾക്ക് ദോഷവളങ്ങളുണ്ടോ? ഉണ്ട്. നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ സാധാരണയായി ഉപയോഗിക്കുന്ന വളപ്രയോഗ രീതി ഏത്? സമ്മിശ്ര വളപ്രയോഗം. സമ്മിശ്ര വളപ്രയോഗം എന്നാൽ എന്താണ്? ജൈവവളവും രാസവളവും ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗത്തിനാണ് സമ്മിശ്ര വളപ്രയോഗം എന്ന് പറയുന്നത്. സസ്യങ്ങളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം? കീടനിയന്ത്രണം. ഓക്കെ.